നമസ്കാരം. നമ്മൾ ഇന്ന് കഴിഞ്ഞ വർഷം PSC നടത്തിയ LDC എക്സ് സർവീസിന് വേണ്ടിയിട്ട് നടത്തിയ എക്സ് സർവീസ്മാൻ അവർക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, BN ഭട്നഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണ സ്വാമി മുതലിയാർ. 2 VP മേനോന്, ഫസൽ അലി, KM പണിക്കർ. 3 ഗുൽസാരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാ? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ വരിക. ഇവയൊന്നുമല്ല. അപ്പോൾ ആരൊക്കെയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്? ഇതിൽ പല ആളുകളും ഉത്തരത്തിലെത്താൻ സാധ്യതയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം എന്നുള്ളത് പല ആളുകളും വരാൻ സാധ്യതയുണ്ട്. കാരണം VP മേനോന്, ഫസൽ അലി, KM പണിക്കർ നമ്മൾ പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ശരിക്ക് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1953 അല്ലേ? അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ഫസൽ അലി ആയിരുന്നു അല്ലേ? ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത്. ഈ ഫസൽ അലി കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കരും അതുപോലെ HN കുൻസ്രുവുമാണ് കേട്ടോ. HN കുൻസ്രുവും അതുപോലെ സർദാർ KM പണിക്കറുമാണ്. ഇവിടെ ബി ഓപ്ഷനിൽ എന്താ ഉള്ളത്? VP മേനോൻ അല്ലെ? VP മേനോൻ എന്താ? അത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായ വ്യക്തിയാണ് ആര്? VP മേനോൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം എന്താ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലേ ആരായിരുന്നു? ഫസൽ അലിയാണ്. അവരുടെ കീഴിലുണ്ടായിരുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാ? ഫസൽ അലി, KM പണിക്കർ അതുപോലെ HN കുൻസ്രുവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല? ഇതിലില്ല. അപ്പോൾ ഓപ്ഷൻ എന്ത് തന്നെയാ? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, 2 ബോസ്റ്റൺ ടീ പാർട്ടി, 3 രക്തരൂക്ഷിതമായ ഞായറാഴ്ച, 4 ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്? റഷ്യൻ കലാപമാണ് അല്ലേ? റഷ്യൻ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, 1 പെൻഗംഗ, 2 തുംഗഭദ്ര, 3 ദാമോദർ, 4 ടീസ്റ്റ. ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാന്ന് കണ്ടെത്താം. ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? ഏതാ ഇതില് ഗോദാവരിയുടെ പോഷക നദി എന്ന്? ഓപ്ഷൻ സി, പെൻഗംഗ മാത്രമാണ്. ഓപ്ഷൻ സി 1 പെൻഗംഗയാണ് ഇത് ഗോദാവരിയുടെ പോഷക നദി എന്ന് പറയുന്നത്. ഈ നാലാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, 1947 K കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയിട്ട് കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 K കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസ്സാക്കിയിട്ട് കൺവെൻഷൻ നടന്നത് എവിടെയാണ്? എവിടെയായിരുന്നു? തൃശ്ശൂരാണ്. ഓപ്ഷൻ ബി, തൃശ്ശൂരാണ്. ആറാമത്തെ ചോദ്യം, മേലെ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഈ ചിഹ്നം ഉണ്ടല്ലോ, ഈ കാണുന്നത് അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാ? ഓപ്ഷൻ എ, കോണ്ടൂർ രേഖകളാണ് കേട്ടോ. കോണ്ടൂർ രേഖകൾ. ഓപ്ഷൻ എ, കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, ഏഴാമത്തെ ചോദ്യം, 1 അലഹബാദ് ഹാൽഡിയ, 2 സാദിയ ദുബ്രി, 3 കോട്ടപ്പുറം കൊല്ലം, 4 കാക്കിനഡ പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിത്. ഇവയിൽ NW1 ഏതാണ്? അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 1 ഏതാന്ന് കണ്ടെത്താം. ഏതാ നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്? അലഹബാദ് ഹാൽഡിയ ആണല്ലോ. ഓപ്ഷൻ ഡി, അലഹബാദ് ഹാൽഡിയ. NW1 ഏതാ? അലഹബാദ് ഹാൽഡിയ ഗംഗാനദിയിലാണെന്ന കാര്യം ഓർത്ത് നോക്കുക. സാദിയ ദുബ്രി ഏതാ? സാദിയ ദുബ്രി 2 ആണ്, NW2 ആണ്. കോട്ടപ്പുറം കൊല്ലമാണ് ഇത് NW3 എന്ന് പറയുന്നത്. കാക്കിനഡ പുതുച്ചേരി NW4 ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം,
എട്ടാമത്തെ ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി, 2 ചർച്ച് മിഷൻ സൊസൈറ്റി, 3 ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇവയിൽ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? LMS ഉണ്ട്, CMS ഉണ്ട്, BMS ഉണ്ട്. ഇതിൽ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ആരാ? 3 മാത്രം അല്ലേ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് അല്ലേ. മലബാറിൽ ആരാ? BEM ആയിരുന്നു, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാ? ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയായിരുന്നു? തിരുവിതാംകൂറിലാണ് കേട്ടോ. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ്. മലബാറിലാണെങ്കിൽ അത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. ഇനി ചർച്ച് മിഷൻ സൊസൈറ്റി എവിടെയാ? ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലും നേതൃത്വം നൽകിയിട്ടുണ്ടായ CMS എന്ന് പറയുന്നത് കേട്ടോ. മലബാറിലാണെങ്കിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. പിന്നെ ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാ? അത് തിരുവിതാംകൂറിൽ. CMS എവിടെയാ? കൊച്ചിയിലും ഉണ്ട്, അതുപോലെ തിരുവിതാംകൂറിലും ഉണ്ട്. ഇനി 9ാമത്തെ ചോദ്യം, 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിലേതാണ്? 2023 ക്വസ്റ്റ്യൻ പേപ്പറിന് ചോദിച്ചിരിക്കുന്നത് 2021 കറണ്ട് അഫയേഴ്സ് കേട്ടോ. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചത് അന്താരാഷ്ട്ര ഘടകം ഇവയിലേതാണ്? ഏതാ? UN രക്ഷാസമിതിയാണ് കേട്ടോ. ഓപ്ഷൻ എ UN രക്ഷാസമിതിയാണ്. ഇനി 10ാമത്തെ ചോദ്യം, നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ് മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ ഏതൊക്കെയാണ്? കണ്ടെത്തുക. ഏതിലേക്കാണ് ഇന്ത്യ 2ാം സ്ഥാനത്ത് ലോകത്തുള്ളത്? ഈ ക്വസ്റ്റ്യന് ശരിക്കും ക്യാൻസൽ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. ഇനി 11ാമത്തെ ചോദ്യം, 1 സിയാൽ, 2 ഹിൻഡാൽകോ, 3 കൊച്ചി മെട്രോ, 4 ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഊർജ്ജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്, അത് ഏതാണ്? കണ്ടെത്താം. ഒരു 4 സ്ഥാപനത്തിന്റെ പേര് തന്നിട്ടുണ്ട്. 1 സിയാൽ, 2 ഹിൻഡാൽകോ, 3 കൊച്ചി മെട്രോ, 4 ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഇവയിൽ ഊർജ്ജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്, അത് ഏതാണ്? കണ്ടെത്താം. ഏതാ? ഓപ്ഷൻ B4, അതായത് ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് സിയാൽ. എന്താ പ്രത്യേകത? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ലോകത്തിൽ തന്നെ സോളാറിൽ പ്രവർത്തിക്കുന്ന ഏക ഒരു വിമാനത്താവളമാണ് ഇത് സിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ സോളാറുമായി റിലേറ്റഡ് ആണ് ഇത് സിയാൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഹിൻഡാൽകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിൻഡാൽകോ എന്തുണ്ട്? സോളാറുമായി ബന്ധപ്പെട്ടതാട്ടോ. അതായത് ഹിൻഡാൽകോ കമ്പനി ലവങ്ക സോളാർ PV പാർക്ക്, അതായത് ഒഡീഷയിൽ 24 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ PV പാർക്ക് കേട്ടോ 2019 കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? അവരും ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ സോളാറുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി മൂന്നാമത്തത് കൊച്ചി മെട്രോ എടുക്കുകയാണെങ്കിലും അതുപോലെ കൊച്ചി വാട്ടർ മെട്രോ എടുക്കുകയാണെങ്കിലും എന്താ അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് 50% പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ സോളാർ വഴിയാണ് കേട്ടോ. കൊച്ചി മെട്രോ ആണെങ്കിലും അതുപോലെ കൊച്ചി വാട്ടർ മെട്രോ ആണെങ്കിലും എന്താണ് അവരുടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 50% ഏത് വർഷം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സോളാർ വഴിയാണ്. അപ്പോൾ സിയാലും ഹിൻഡാൽക്കോയും കൊച്ചി മെട്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറുമായിട്ട് റിലേറ്റഡ് ആണ്. അവർ ഊർജ്ജ സ്രോതസ്, അവർ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ പവറിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? അവർ ഉപയോഗിക്കുന്നത് സോളാറാണ്. അതുകൊണ്ടാണ് അത് മൂന്നും ഒന്നായി വന്നതും ഫിലിപ്പ് കാർബൺ ബ്ലാക്കിൽ എന്താണ് വ്യത്യസ്തമായിട്ടും വന്നത്. ഇനി 12ാമത്തെ ചോദ്യം, പൗരസ്വാതന്ത്ര്യത്തിനും ജനായ ഭരണത്തിനും വേണ്ടിയിട്ട് നടത്തിയ സമരം ഇവയിൽ ഏതാന്ന് കണ്ടെത്താം. താഴെ തന്നിരിക്കുന്നില്ലേ പൗരസ്വാതന്ത്ര്യത്തിനും അതുപോലെ ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഏതാണ്? 1 നിവർത്തന പ്രക്ഷോഭമുണ്ട്, 2 ഈഴവ മെമ്മോറിയൽ ഉണ്ട്, 3 പുന്നപ്ര വയലാറുണ്ട്, 4 അഞ്ചുതെങ്ങ് കലാപമുണ്ട്. ഏതാ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ D ആണ് കേട്ടോ. അതായത് പുന്നപ്ര വയലാറാണ്. പൗരസ്വാതന്ത്ര്യത്തിനും ജനായ ഭരണത്തിനും വേണ്ടിയിട്ട് നടത്തിയ സമരം ഏതാന്ന് വെച്ചാൽ ഏതാ? പുന്നപ്ര വയലാർ സമരമാണ്. എന്തായിരുന്നു ശരിക്കും അല്ലേ? സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അതേപോലെ അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ഇത് പുന്നപ്ര വയലാർ സമരം അല്ലേ. പുന്നപ്ര വയലാർ സമരമാണ്. അതേപോലെ തുലാപ്പത്ത് സമരം എന്നറിയപ്പെടുന്ന ഏതാ?
പിന്നെ പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ചോദിക്കാറുണ്ട്. ഏതാ? ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാൻ ആരാന്ന് ചോദിക്കാറുണ്ട്. അതാരാ? അത് സർ CP രാമസ്വാമി അയ്യരാണ്. ഇനി 13ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടില് റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1 കരിമ്പ്, 2 ഗോതമ്പ്, 3 പുകയില, 4 കടുക്. ഇതിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ റാബി വിളയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ കരിമ്പാണ് അല്ലേ. കരിമ്പാണ് റാബി വിളയിൽ ഉൾപ്പെടാത്തത്. ബാക്കിയൊക്കെ ഏതാ? ഖാരിഫ് വിളയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇന്ത്യയിൽ പൊതുവെ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് ആരംഭിക്കുന്നതാണ് ഏത്? പിന്നെ നമ്മുടെ ഖാരിഫ് വിള എന്ന് പറഞ്ഞിട്ടോ. ഖാരിഫ് വിള എങ്ങനെയാ? ഇന്ത്യയിൽ പൊതുവെ ആരംഭിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അതുപോലെ വിളവെടുക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലും അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് നെല്ല്, പരുത്തി, എള്ള്, കരിമ്പൊക്കെയാണ് കേട്ടോ. കരിമ്പ്, സോയ, ഇതൊക്കെ എന്താ? ഖാരിഫ് വിളക്ക് ഉദാഹരണം. ഇനി റാബി വിളകൾക്ക് ഉദാഹരണം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ്, ബാർലി, കടുക്. ഗോതമ്പ്, ബാർലി, കടുക്, പുകയില, ഇതൊക്കെ എന്താ? അതൊക്കെ റാബി വിളകൾക്ക് ഉദാഹരണവുമാണ്. ഇനി 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖല താഴെ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്താം. 1ാമത്തത് ഒഡീഷ സുന്ദർഗഡ്, 2 കർണാടകം നീലഗിരി, 3 തമിഴ്നാട് സേലം, 4 ജാർഖണ്ഡ് സിംഗ്ബം. ഇതിൽ ഇരുമ്പയിര് ഖനികളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതോ ഒന്നെന്തുണ്ട്? തെറ്റായ ജോഡിയുണ്ട്. അത് ഏതാന്ന് കണ്ടെത്താം. ഏതാ ഇതിൽ തെറ്റായ ജോഡി? ഓപ്ഷൻ ബി 2 മാത്രം. അതായത് കർണാടകം നീലഗിരി. നീലഗിരി കർണാടകയിലാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ല. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് അല്ലേ. നീലഗിരി എവിടെയാ? തമിഴ്നാട്ടിലാണ്. അപ്പോൾ ബാക്കിയൊക്കെ എന്താണ്? ശരിയാണ്. ഒഡീഷയിലാണ് ഇത് സുന്ദർഗഡ് ഉള്ളത്, തമിഴ്നാട്ടിലാണ് സേലം ഉള്ളത്, ജാർഖണ്ഡിലാണ് സിംഗ്ബവും ഉള്ളത്. അപ്പോൾ നീലഗിരി എവിടെയാ? തമിഴ്നാട് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി 15ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ സൗരോർജ്ജമുണ്ട്, ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, ഓപ്ഷൻ സി പെട്രോളിയം ഉണ്ട്, ഓപ്ഷൻ ഡി തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം. ഏതാ? ഓപ്ഷൻ സി പെട്രോളിയം തന്നെയാണ് അല്ലേ. ഓപ്ഷൻ സി പെട്രോളിയം തന്നെയാണ് ഏത്? നമ്മുടെ പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ് ഉൾപ്പെടാത്തത്. 16ാമത്തെ ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമായിട്ട് നിലവിൽ വന്നു. 2. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 3. 2015 ഏപ്രിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉം. അതായത് 1995 ജനുവരി 1 നിലവിൽ വരുന്നത്. അതുപോലെ ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ അംഗമാണ് ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് കേട്ടോ. ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു. ഓപ്ഷൻ ബി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഓപ്ഷൻ സി വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഓപ്ഷൻ ഡി ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായിട്ട് സംരക്ഷിക്കാൻ സാധിച്ചു. ഇതിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറയുന്നത് എന്തല്ല? ഹരിത വിപ്ലവത്തിന്റെ ഒരു നേട്ടം അല്ല. ഇനി 18ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും അതുപോലെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. നിലവിൽ എത്ര ദേശസാൽകൃത ബാങ്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് കേട്ടോ. ഇനി 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്?
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമനാണ്. 20 ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു? ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു? കോൺഗ്രസ് ആണല്ലേ. ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 21 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഓപ്ഷൻ എ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ, ഓപ്ഷൻ ബി കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുക്കലിന്, ഓപ്ഷൻ സി സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ, ഓപ്ഷൻ ഡി ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. ഏതാ 356 ഉപയോഗിക്കുന്നത്? 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 356 എന്തിനാ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 352 എന്താ? അത് ദേശീയ അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ. ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഏതാ? അത് 360 കേട്ടോ. 360 ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 356. 352 ആണെങ്കിൽ അത് ദേശീയ അടിയന്തരാവസ്ഥ. ഇനി 22ാമത്തെ ചോദ്യം. ഡോക്ടർ പി എം മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്? ഇത് ആണ് എന്നുള്ളത് ആയിരുന്നു എന്ന് വായിക്കട്ടോ. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ആര്? ഡോക്ടർ പി എം മുഹമ്മദ് മുബാറക് പാഷ എന്ന് പറയും. ഡോക്ടർ പി എം മുബാറക് പാഷ. നിലവിൽ SNG യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗതി രാജ് VP ആണ് കേട്ടോ. ജഗതി രാജ് VP ആണ് നിലവിലേത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. 23ാമത്തെ ചോദ്യം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശം ഏതാണ്? കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശം ഏതാണ്? ഏതാ? മൺട്രോ തുരുത്താണ്. കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്താണ്. 24 ധർമ്മടം മണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ധർമ്മടം മണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എന്താ ധർമ്മടം മണ്ഡലത്തിന്റെ പ്രത്യേകത? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ് ഇത് ധർമ്മടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഏതാ? കണ്ണൂരാണല്ലേ. ധർമ്മടം മണ്ഡലം ആരതാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ് ഇത് ധർമ്മടം നിയമസഭാ മണ്ഡലം. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. 25 ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ എ ഗവർണർക്ക്, ഓപ്ഷൻ ബി നിയമസഭയ്ക്ക്, ഓപ്ഷൻ സി മുഖ്യമന്ത്രിക്ക്, ഓപ്ഷൻ ഡി സ്പീക്കർക്ക്. ആർക്കാ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്? ഓപ്ഷൻ എ ഗവർണർക്കാണല്ലേ. ഓപ്ഷൻ എ ഗവർണർക്കാണ്. 26 വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിനോദ വിജ്ഞാന പരിപാടിയാണ് ഇത് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്നത്. ഇനി 27ാമത്തെ ചോദ്യം. ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് എന്തായിട്ടാണ്? ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് എന്തായിട്ടാ? ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ് കേട്ടോ. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ് ആരെ നിയമിക്കുന്നത്? PR ശ്രീജേഷിനെ സ്ഥാനക്കയറ്റം നൽകിയത്. 28ാമത്തെ ചോദ്യം. UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് എത്രാമത്തതാണ്? UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് എത്രയാമത്തെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ ബി 6ാമത്തതാണ് കേട്ടോ. 6ാമതാണ്. ഇനി 29 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു? 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു?
എന്തായിരുന്നു 2020 2020 ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നായിരുന്നു കേട്ടോ. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നതാണ് ഇത് 2020 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. അങ്ങനെയാണെങ്കിൽ 2022 ഓർത്ത് വെക്കുക, ഓൺലി വൺ എർത്ത് കേട്ടോ. 2022 ഓൺലി വൺ എർത്ത്. 2022 ഓൺലി വൺ എർത്ത്. ഇനി 2023 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് സൊല്യൂഷൻ ആണ് കേട്ടോ. പ്ലാസ്റ്റിക് സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ 2022 എന്താ ഓൺലി വൺ എർത്ത്, 2023 ബീറ്റ് പ്ലാസ്റ്റിക് സൊല്യൂഷൻ. ഇനി 30ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 31 കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുറ്റടിയാണല്ലോ. ഓപ്ഷൻ എ പുറ്റടി. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. ഇനി 33ാമത്തെ ചോദ്യം, PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത്? ഗവർണറാണ് അല്ലെ. ഗവർണറാണ്. 34 COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതായിരുന്നു? COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതായിരുന്നു? സ്പുട്നിക് അല്ലേ. സ്പുട്നിക് 5 ആണ്. 35 ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഏതാ? അയഡിൻ ആണ്. ഓപ്ഷൻ എ അയഡിൻ ആണ്. 36 ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാ? 120/80 mmHg ആണ് കേട്ടോ. 37 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ജീവകങ്ങളും അവരുടെ പേര് നൽകിയിട്ടുണ്ട്. ഇതിൽ തെറ്റായ ജോഡി ഏതാ? 1 ജീവകം എ റെറ്റിനോൾ, ഓപ്ഷൻ ബി ജീവകം സി റൈബോഫ്ലോവിൻ, ഓപ്ഷൻ സി ജീവകം B1 തയാമിൻ, ഓപ്ഷൻ ഡി ജീവകം ഇ ടോക്കോഫിറോള്. ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ജീവകം സി റൈബോഫ്ലോവിൻ എന്നുള്ളത് തെറ്റാണ് അല്ലേ. ജീവകം എ എന്ത് തന്നെയാണ്? റെറ്റിനോൾ തന്നെയാണ്. ജീവകം B1 തയാമിനാണ്. ജീവകം ഇ ടോക്കോഫിറോൾ ആണ്. ജീവകം സി എന്താ? അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. അസ്കോർബിക് ആസിഡ് ആണ് ജീവകം സി എന്ന് പറയുന്നത്. ഇനി 38 ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃദ്യമാണ്. ഓപ്ഷൻ സി ഹൃദ്യം. 39 ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ല ഓപ്ഷൻ ബി തൃശ്ശൂരാണ്. 40 താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: 1 ഗോയിറ്റർ, 2 ക്രിട്ടനിസം, 3 ഹൈപ്പോതൈറോയിഡിസം. ഇവയിൽ ഏതൊക്കെയാണ് അയഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവയെല്ലാം ഗോയിറ്റർ ഉണ്ട്, ക്രിട്ടനിസം ഉണ്ട്, അതുപോലെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. 41 TPR എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? TPR എന്നതിൻ്റെ പൂർണ്ണരൂപം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ്. ഓപ്ഷൻ ബി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഇനി 42ാമത്തെ ചോദ്യം, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? എത്ര ന്യൂട്ടണാ?
ഓപ്ഷൻ സി 9.8 ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ സി 9.8 ന്യൂട്ടണ്. 43-ാമത്തെ ചോദ്യം, മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാ? ഓപ്ഷൻ എ പ്രകീർണനമാണ്. 44, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലം? കൊഹീഷൻ ആട്ടോ, കൊഹീഷൻ ബലം. 45, ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? മുത്തയ്യ വനിതയാണ്. 46, തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? റോജർ പെൻറോസ് ആണ്. ഓപ്ഷൻ സി റോജർ പെൻറോസ്. 47, അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്താണ്? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്താ? ഓപ്ഷൻ ബി ആണ്. 48, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാ? കാൽസ്യം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ്. 49, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിലാണ്. ഓപ്ഷൻ ഡി, ഡി ബ്ലോക്ക്. ഓപ്ഷൻ സി ഡി ബ്ലോക്ക്. 50, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? 2020 രസതന്ത്ര നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപെന്റിയറും അതുപോലെ ജെന്നിഫർ എ ഡൗസിയാണ്. 51-ാമത്തെ ചോദ്യം, ജനിതക മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതികത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതികവിദ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്രിസ്പർ കാസ്9 ആണ്. ഓപ്ഷൻ എ ക്രിസ്പർ കാസ്9. 52, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി സർദാർ KM പണിക്കരാണ്. 53, സാരേ ജഹാം സെ അച്ഛ എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. 54, ബഷീർ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ബഷീർ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് ദിവസാ? ഓപ്ഷൻ സി ജൂലൈ 5. 55, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക് ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക് ക്രാന്തി എന്ന നോവൽ രചിച്ചത് ഓപ്ഷൻ ബി വി ഷിനിലാലാണ്. 56, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായിട്ട് അറിയപ്പെടുന്ന സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലനാണ്. ഓപ്ഷൻ ബി ബാലൻ. 57, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഓപ്ഷൻ സി ഹോക്കിയാണ്. 58, രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി? ക്രിക്കറ്റ് ആണ്. ഓപ്ഷൻ ബി ക്രിക്കറ്റ്. 59, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാന്ന് കണ്ടെത്താം. താഴെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഓപ്ഷൻ ബി ജിമെയിൽ ആണ്. 60, മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യന്റെ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി ബയോമെട്രിക് സെൻസർ ആണ്. 61, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്?
ഏതാ? ഓപ്ഷൻ ഡി വാൻ ആണ്. ഓപ്ഷൻ ഡി വാന്. 62 ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-2021 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? ഏതായിരുന്നു? കൈറ്റ് ആണ് അല്ലെ. ഓപ്ഷൻ ഇ കൈറ്റ് ആണ്. 63 സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ഏതാണ്? സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ഏതാ? ഓപ്ഷൻ സി സെഹദ് OPD ആണ് കേട്ടോ. സെഹദ് OPD. 64 താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1 എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ്. ഓപ്ഷൻ ബി കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല. ഓപ്ഷൻ സി പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. ഓപ്ഷൻ ഡി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. ഇതിൽ നിന്ന് 4 പ്രസ്താവനയിൽ നിന്ന് ശരിയായത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഇതിൽ ശരി? ഒന്നാമത്തെ പ്രസ്താവന എന്താ? എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ്. ശരിയാണോ? തെറ്റാണല്ലേ. എല്ലാവിധ വിവരങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടൂല അല്ലേ. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്നൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടൂല. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. 2 കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകൻ നൽകേണ്ടതില്ല. അതും എന്താണ്? തെറ്റാണല്ലേ. കമ്പ്യൂട്ടറിൽ ശേഖരിച്ചതാണെങ്കിൽ ആർക്ക് നൽകണം? നമുക്ക് കിട്ടേണ്ടതാണ്. ഇനി 3 പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷന് അർഹതയുണ്ട്. ശരിയാണ്. 4 ഓപ്ഷൻ ഡി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതൊക്കെ ശരിയുള്ളൂ? സിയും ഡിയും മാത്രമേ എന്തുള്ളൂ ശരിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. സിയും ഡിയും ശരിയാണ്. ഇനി 65-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയതെന്നാണ്? ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാ 2019 കേട്ടോ. 2019 ഇന്ത്യ, അതായത് 2019 മാറ്റം വരുത്തിയതെങ്കിലും ആ നിയമം നിലവിൽ വരുന്നത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 2020 ജൂലൈ 20 അതായത് 2020 ജൂലൈ 20 2019 പാസ്സാക്കിയ നിയമം നിലവിൽ വരുന്നത്. ഇതിനു മുമ്പ്, അതായത് 2020 ജൂലൈ 20 മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമമായിരുന്നു. നിലവിൽ അതില്ല, അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഒറ്റ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ. അത് 2020 ജൂലൈ 20 നിലവിൽ വന്ന നിയമമാണ്. ഇനി 66-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിലുള്ള നിയമത്തിൽ രണ്ടാം അച്ഛനെയും രണ്ടാം അമ്മയെയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. 2 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മാത്രമാണ്. ഓപ്ഷൻ സി പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാണിക്കാനുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നില്ല. ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ്. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത് അറിയോ? ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. ഇതൊന്നും പഠിക്കണ്ട, ഇതൊക്കെ എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. ഇനി 67-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയുന്നത്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയുന്നത്? ഏതാ? ഓപ്ഷൻ എ ആണ്. 279. 68 കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? ഇത് പോക്സോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായിട്ട് നിയോഗിക്കപ്പെട്ടുള്ള കോടതി ഏതാണ്?
ഏതാ? സെഷൻസ് കോർട്ടാണ്. ഓപ്ഷൻ സി സെഷൻസ് കോർട്ട്. 69 ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? മാർച്ച് 15 അല്ലേ? മാർച്ച് 15. അങ്ങനെയാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ ദിനം ചോദിച്ചാൽ എന്നാ? അത് ഡിസംബർ 24 കേട്ടോ. ഡിസംബർ 24. ഇനി 70ാമത്തെ ചോദ്യം. 70 ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരം? ഏതാ? ഓപ്ഷൻ സി ഭരണഘടന അനുച്ഛേദം 24 പ്രകാരമാണ്. അപ്പോൾ ഇത്രയാണ് GK ക്വസ്റ്റ്യൻസ് ഉള്ളത് കേട്ടോ.